എൻ്റെ പേര് ജോർജ്. ഞാൻ വയനാട്ടിൽ നിന്ന് കിണച്ചിറയിൽ നിന്ന് വരുന്നു. 2022 ഡിസംബർ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. എൻ്റെ 2017 ഞാൻ എൻ്റെ വയൽ കൃഷിയിൽ ചെല്ലുമ്പോൾ 2 കണ്ടം മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്ന കാണുന്നത്. ഭയങ്കര വിഷമമായിട്ട് തോന്നി. കാരണം അപ്പുറമുള്ളവരൊക്കെ ഫെൻസിങ് വലിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഇവിടുന്ന് കിട്ടിയ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് അതെടുത്തുകൊണ്ട് ഈ വയലിൻ്റെ ആ 4 വരമ്പും എല്ലായിടത്തും വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനെ അത് കാവലേൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോരാൻ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിറച്ച് വെട്ടുക്കിളിയായിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ മുറിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഉടമ്പടി കിട്ടി എനിക്ക് ആ കാശ് രൂപ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പോൾ നോക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാമല്ല. അത്രമാത്രം കിളികൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് മുഴുവൻ പറന്നു പോവുകയും ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ വരുന്ന വഴിച്ചാലിന് തന്നെ ഈ സിസ്റ്റർ ഇങ്ങനെ പോകുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിപ്പൊടി കളറിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് 2022 ഡിസംബറിൻ്റെ ക്രിസ്മസിൻ്റെ തലേദിവസം തൊട്ടടുത്ത വയലിൽ ആന ഇറങ്ങി. ഒരു 10 മീറ്റർ അടുത്ത് എൻ്റെ വയലിൽ അടുത്ത് വരെ എത്തി. ആന എൻ്റെ വയലിലേക്ക് ഇറങ്ങിയില്ല. അവരുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ നെല്ല് കൊയ്തു. ഞങ്ങൾ പോന്നു. താഴെയുള്ള ഫെൻസിങ് ഇട്ടവൻ്റെ അവൻ്റെയും കൃഷി ഞങ്ങൾ പോകുന്നതിന് ശേഷം ആ കൃഷി നശിപ്പിച്ച് കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി 100 മേനി വെളവും തന്ന്. അപ്പോൾ ഞാൻ അന്നേരം ഈ വിശ്വാസപ്രമാണം ചൊല്ലി ഇത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു ഇതിലൊരു ഓഹരി മാതാവിനുള്ളതാണ്. അതുപോലെ വൈക്കോല് അതും കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ വൈക്കോല് മുഴുവൻ വിറ്റുപോയി. അതിലൊരു ഓഹരി ഞാൻ മാതാവിന് മുന്നിൽ കൊടുത്തു. ഇപ്പോൾ ഈ 2023 17 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് 27 രാവിലെ ഒരു 9:30 മണി സമയത്ത് വീട് പൊളിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പി അങ്ങ് നിവർത്തിയതാണ്. ഞാനടക്കം ഈ കട്ടർ എൻ്റെ തലേൻ്റെ അത് എത്ര എടുത്താണ് പോയേക്കണേ. ഞാനടക്കം നേരെ തഴയമുത്തി പോയി. ആ പോയ സമയത്ത് എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ എന്ന് ഒരൊറ്റ വിളിയാണ്. കാരണം പണിക്കാരൊക്കെ കണ്ടുകൊണ്ട് വെക്കുക 10 അടി പൊക്കത്തുനിന്ന് താഴേക്കും തലമുത്തി വരുന്ന മനുഷ്യനെ അവർ പറഞ്ഞു ഭാര്യ ഇവരൊക്കെ കണ്ടുകൊണ്ട് വെക്കുന്ന നേരെ പിടിച്ച് തിരിച്ച് കിടത്തിയെന്നാണ് പറഞ്ഞത്. എൻ്റെ തലേൻ്റെ പുറകിൽ ശകലം പൊട്ടി നടുവൊന്നും മുഴച്ചിട്ടുണ്ട്. ഇവരെന്നെ താങ്ങി പിടിച്ച് എണിപ്പിച്ച് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഞാൻ ബോധം കെടുവൊന്നും ചിലവർ മരവിപ്പ് പോലെയും 4 2 എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ എണിച്ച് പതുക്കെ ഇവരെ പിടിച്ചെണിച്ച് കസേര കൊണ്ടിരുത്തി ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിലേക്ക് പോരുന്ന വഴിക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വണ്ടി ഇങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയല്ല വരുന്നത്. ഒരു നീല പ്രകാശത്തിൽ ഈ ഓട്ടോറിക്ഷ മൊത്തം പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുപോലെ എനിക്ക് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ പരിശോധിച്ചു. അപ്പോൾ എക്സ്റേ എടുക്കണം, സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. ഒരു പൊട്ടലോ ഒടുവോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. അതിനും ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 4-ാം തീയതി ഞാൻ വീട് പണി എടുത്തു കൊടുത്ത കുറേ പൈസ കിട്ടാണ്ടായിരുന്നു, ഒരു 90,000 രൂപ. അവരെന്നെ കബളിപ്പിക്കുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ എവിടെ നിന്ന് തന്നെ അച്ഛൻ തന്നെ കാശ് രൂപ ഉണ്ടായിരുന്നു. എൻ്റെ കൃപാസനം മാതാവേ എന്നും പറഞ്ഞ് ഞാനൊന്ന് വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഈ 15-ാം തീയതി ഒരു 10 മണി സമയത്ത് 10:45 സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടന് പൈസ എടുത്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. അവരെനിക്ക് ആ പൈസ എടുത്ത് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല ആയിരുന്നു. പക്ഷേ എനിക്ക് ഞങ്ങളുടെ വീടിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ ഇതൊന്നും വാർക്കുവാൻ സാധിക്കുന്നില്ലല്ലോ പരിശുദ്ധ അമ്മയെന്ന് ഓർത്ത് ഒത്തിരി സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് സക്രാരിയിൽ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. വലിയൊരു സക്രാരി, അതിനകത്ത് ഈശോയുടെ തിരുഹൃദയം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പം എനിക്കിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് ആ മാസത്തിലൊന്ന് വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അന്നേരം ചേട്ടൻ്റെ ഭാര്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നീ കൃപാസനത്തിൽ വരുന്നുണ്ടോടി എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി. അപ്പം എന്നോട് പറഞ്ഞു നീ പൈസയൊന്നും നീ അറിയണ്ട, നീ പോരെ എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നിട്ട് നീ പിന്നെ ബിനോയിയോട് വിളിച്ച് ചോദിക്ക് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ബിനോയ് പറഞ്ഞു സീറ്റെല്ലാം ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സീറ്റ് എന്തായാലും മാതാവ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. അപ്പം 3 മണിയായപ്പോൾ ഞാൻ കരുണക്കൊന്ത ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ എന്നെ ബിനോയി ഒരു 3:30 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു സീറ്റുണ്ട്, ചേച്ചി വേഗം 5:15 പിന്നെ ബസ്സിൻ്റെ അടുത്ത് വേഗം എത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് എനിക്ക് മേലെ 2ാം നിലയിൽ നിത്യാരാധന ചാപ്പലുള്ള വിവരം അതിന് മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞു, എടി നമുക്ക് നിത്യാരാധന ചാപ്പിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനാകെ തരിച്ചു പോയി. കാരണം എൻ്റെ അടുത്തേക്ക് വന്ന അതേ സക്രാരിയിൽ അതേ ഈശോയുടെ തിരുഹൃദയം ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, പരിശുദ്ധ അമ്മയും. ഞാൻ എന്താ ആയിപ്പോയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് കാണാം. പിന്നെ മാതാവിനെ ആ നീല കളർ, മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നീല കളറ്, ആ കളർ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതുപോലെ മാതാവിനെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും എനിക്കിതിവിടെ ഒരു സാക്ഷിയായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അനാഥശാലയിൽ പോയി രോഗികളുടെ ഒപ്പം ഇരുന്ന് എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. പിന്നെ പ്രാർത്ഥന ഗ്രൂപ്പ് അയൽവാസികളുടെ അടുത്തെല്ലാം എല്ലായിടത്തും എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി, കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പരമാവധി ഈശോയും മാതാവുമായിട്ട് അടുത്ത് പോയി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തന്നെ. അതുപോലെ തന്നെ ഞാനിപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യം, കഴിഞ്ഞ മാസം ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ വന്ന സിസ്റ്ററിനോട് പറഞ്ഞു, ചേട്ടൻ വീണിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെ രക്ഷിച്ചത് മാതാവിൻ്റെ കാപ്പയിൽ പൊതിഞ്ഞാണ് ചേട്ടനെ രക്ഷിച്ചത്. ചേട്ടൻ തലയും കുത്തി വന്നത്, രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാത്ത വീഴ്ചയാണ് ചേട്ടൻ വീണത്. മാതാവിൻ്റെ കാപ്പയിലെ ചേട്ടന് പൊതിഞ്ഞ് വീണത്, മാതാവ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു കാര്യം, ഒരു 13 വയസ്സുള്ളപ്പോൾ ഞാൻ മരത്തേന്ന് വീണതാണ്. എൻ്റെ വലത്തെ ഷോൾഡറിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അതും മാതാവാണെന്നും കത്തിച്ച് ആ മാതാവ് എന്നെ ഇതെല്ലാം എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു.